ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച, ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ, ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ഇന്ന് കടന്നു പോയാലോ? അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഒരു എളിയ ജീവിതത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ആഗോള പ്രശംസ വരെ എത്തി നിൽക്കുന്ന ഇന്നത്തെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായ മോദിയുടെ ജീവിതത്തിലെ അധികം ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ടോപ്പ് 10 ഫാക്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് തന്റെ 8ാം വയസ്സിലാണ്. മോദിയിൽ സേവനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മൂല്യങ്ങൾ പകർന്നു നൽകിയ ഒരു പ്രധാന വ്യക്തിയായ ലക്ഷ്മണ റാവു ഇനാംദാറിന്റെ മാർഗനിർദ്ദേശത്തിൽ ഒരു ജൂനിയർ കേഡറ്റായി അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘിൽ ചേർന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് മോദി ഇന്ന് ഇന്ത്യക്ക് സമർപ്പിച്ചിരിക്കുന്ന തന്റെ ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങിയത്. കൂടെയുള്ളവരെല്ലാം കളിച്ചു നടന്നിരുന്ന പ്രായത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്തിയ അദ്ദേഹം ഇന്ന് വലിയ പാതയാണ് പിന്തുടർന്ന് എത്തിയിരിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് മോദിയുടെ സ്പിരിച്വൽ ലൈഫിനെ പറ്റിയാണ്. തന്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ആത്മീയ വിളി അനുഭവപ്പെടുകയും അതിനാൽ ഏകദേശം 2 വർഷത്തോളം ഹിമാലയത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ധ്യാനത്തിൽ ഏർപ്പെടുകയും ഹിന്ദു തത്വചിന്തയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം സന്യാസ ജീവിതത്തിൽ ഏർപ്പെടുകയും ഹിന്ദുത്വത്തെ പറ്റിയും സ്പിരിച്വാലിറ്റിയെ പറ്റിയും കൂടുതൽ അറിയുകയും ചെയ്തു. മൂന്നാമത്തെ ഫാക്ട് നോക്കാം. 2001 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിയമിതനായപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന നിയമസഭയിൽ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആദ്യ ദിവസം മുതൽ ജനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. മോദിയുടെ പാത ഒരിക്കലും സാധാരണമായ ഒന്നല്ലെന്നും വളരെ ഇമ്പാക്ട്ഫുൾ ആയതാണെന്നും ഇത് നമ്മെ കാണിക്കുന്നു. അടുത്ത ഫാക്ട് നോക്കാം. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന അതുല്യ ബഹുമതി കൂടി പ്രധാനമന്ത്രി മോദിക്കുണ്ട്. ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ വളർന്ന മോദി സ്വാതന്ത്ര്യാനന്തര തലമുറകളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തി കൂടിയാണ്. ധീരത നിറഞ്ഞ അദ്ദേഹത്തിന്റെ യാത്ര ആധുനിക ഇന്ത്യയുടെ തന്നെ ഉയർച്ചയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അടുത്തതായി പറയാനുള്ളത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ പാഷനെ പറ്റിയാണ്. ഗുജറാത്തി ഭാഷയിൽ ജീവിതം, പ്രകൃതി, ദേശസ്നേഹം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ ഉൾക്കൊള്ളുന്ന കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എഴുത്തിനോടും വായനയോടും ഇഷ്ടമുള്ള ഈ വശം ലോക നേതാവ് എന്നതിലുപരിയുള്ള അദ്ദേഹത്തിന്റെ സൗമ്യത നിറഞ്ഞ പേഴ്സണാലിറ്റിയെ എടുത്തു കാണിക്കുന്നു. ആറാമത്തെ ഫാക്ട് നോക്കാം. ഏകദേശം 13 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നിട്ടും മോദി ഒരു ദിവസം പോലും അവധിയെടുത്തിരുന്നില്ല. അതിലും ശ്രദ്ധേയമായത് എന്തെന്നാൽ 3ൽ താഴെ പേഴ്സണൽ സ്റ്റാഫ് മാത്രമേ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നുള്ളൂ. തന്റെ ഡെഡിക്കേഷനെയും ഓരോ ദിവസവും പുരോഗതിക്കായി പ്രയത്നിക്കുന്ന ഒരു നേതാവിനെയുമാണ് ഇത് കാണിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് മോദിയുടെ ഫാഷൻ സെൻസിനെ പറ്റിയാണ്. ജാക്കറ്റ് മുതൽ സ്റ്റൈലിഷ് മോദി കുർത്ത വരെയുള്ള അദ്ദേഹത്തിന്റെ ഫാഷൻ സെൻസ് ഒരു ഫാഷൻ ഐക്കൺ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നുള്ള ജെയ്ഡ് ബ്ലൂ എന്ന ബ്രാൻഡിന്റെ അദ്ദേഹത്തിന്റെ ഷൂ പ്രാദേശിക കഴിവുകളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശൈലി ഒരു ഫാഷൻ എന്നതിനപ്പുറം ലോകവേദികളിൽ പോലും തന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെ കാണിക്കുന്നവയാണ്. 8ാമത്തെ ഫാക്ട് നോക്കാം. ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായി 2ാം തവണയും വ്യക്തമായ ഭൂരിപക്ഷം നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചരിത്രം സൃഷ്ടിച്ചു. ലക്ഷക്കണക്കിന് ശബ്ദങ്ങളെ ഇന്ത്യക്ക് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ജനഹൃദയങ്ങളുമായുള്ള ബന്ധത്തെയാണ് ഈ നേട്ടം കാണിക്കുന്നത്. അടുത്ത ഫാക്ട് നോക്കാം. എക്സിൽ 102.5 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള പ്രധാനമന്ത്രി മോദി
സോഷ്യൽ മീഡിയയിലെ ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നേതാക്കളിൽ ഒരാളാണ്. ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടാനും തന്റെ കാഴ്ചപ്പാടുകൾ പങ്കിടാനും പൊതുവികാരവുമായി ഇണങ്ങി നിൽക്കാനും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ കണക്ഷൻ ജനങ്ങളുടെ പൾസ് അറിഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാക്കി അദ്ദേഹത്തെ മാറ്റുന്നു. അവസാനമായി പറയാനുള്ളത് നാടകത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെ പറ്റിയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ മോദിക്ക് നാടകത്തോടുണ്ടായിരുന്ന ഇഷ്ടമാണ് ഇന്നത്തെ പ്രേക്ഷകരുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ രൂപപ്പെടുത്തിയത്. നാടകങ്ങളിൽ ജീവിതത്തെക്കാൾ വലിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ശക്തമായ ഒരു സ്റ്റേജ് പ്രസൻസ് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പൊതുപ്രകടനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നവയാണ്. നാടകത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം ആളുകളോട് സംസാരിക്കാൻ മാത്രമല്ല, അവരെ ആകർഷിക്കാനും ഒരു നല്ല ഒറേറ്ററായി മാറാനും അദ്ദേഹത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പറ്റിയുള്ള ടോപ്പ് 10 ഫാക്ട്സ്. മുകളിൽ പറഞ്ഞവല്ലാതെ മോദിയെക്കുറിച്ച് വേറെന്തെങ്കിലും ഫാക്ട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.